ചിക്കു ചിക്കു ചിക്കുവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ പോവാണ്. എല്ലാവരും കൂടെ, ഈ ഹോളിലിരിക്കുന്ന എല്ലാവരും കൂടെ ചിക്കു എന്ന് വിളിച്ചാട്ടെ. അയ്യോ, അതാണ് നമ്മൾ ആയി പാടി. ഓക്കെ, ഞാൻ തന്നെ അവനെ സഹായിക്കുന്നു. ചിക്കു ഇറങ്ങി വന്ന് ഇവരോടൊപ്പം അല്പനേരം പറയണം, സംസാരിക്കണം. അതിനുശേഷം ചിക്കുവിനോട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ ചോദിക്കും. ചിക്കു മറുപടി പറയും. ചിക്കുവിനെ മിനിഞ്ഞാന്ന് ഞാനൊരു ഒരു ദീർഘയാത്ര കൊണ്ടുപോയി. അതുകൊണ്ട് ചിക്കു ക്ഷീണിച്ചിരിക്കുകയാണ്. ചിക്കു എഴുന്നേറ്റ് വന്ന് നിങ്ങൾ സംസാരിക്കും. എന്താ ഇവിടെ? ചിക്കു, ഇവിടെ ഈ കാവാലച്ചിറ IPC സൺഡേ സ്കൂള് PUPA സഹോദരി സമാജത്തിനൊക്കെ വാർഷികം നടക്കുക. അയ്യോ, എനിക്ക് നാണം വരുന്നു. ചിക്കുവിന് നിങ്ങളെ കണ്ടിട്ട് നാണം വരുന്ന പറഞ്ഞ ഞാനുണ്ടല്ലോ. അതുകൊണ്ടാണ് എനിക്ക് പേടി. ചുമ്മാ ഇരി, നാണം കെടുത്തല്ലേ. ഇല്ല, ചിക്കു ആ വെണ്ണനെ നോക്കി ചിരിക്കുന്നങ്ങളെ. ചിക്കുവിനെ നോക്കി ആരോ ചിരിക്കുന്ന പറഞ്ഞ. ആരടാ? അങ്കിള് നോക്കാനല്ലേ? അല്ലല്ല, ഉമ്മ. ഉമ്മ ഇത് എങ്ങനെ ഉമ്മ? ഈ അങ്കിൾ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. ഈ അങ്കിൾ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നാ ചിക്കു പറയുന്നത്. ചിക്കു ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഞാൻ എല്ലാവരെയും ഒന്ന് കാണട്ടെ. ഓ, ചിക്കു എല്ലാവരെയും ഒന്ന് കാണട്ടെ. അപ്പച്ചന്മാരൊക്കെ ഉണ്ട്, കണ്ടോ? പുറകിലും ഉണ്ട്. നാണം വരുന്നത് അങ്കിളെ. അവന് നിങ്ങളെ കണ്ടിട്ട് നാണം വരുന്ന പറഞ്ഞത്. ചിക്കുന് ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ചിക്കുന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ആരെയും പരിചയമില്ല. ചിക്കു ഒരു പുതിയ വ്യക്തിയായതുകൊണ്ട് ചിക്കുവിന് ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയാട്ടെ. ആരടാ? എന്നെക്കാട്ടും വില്ലനുണ്ടോ ഇവിടെ? പിന്നെ ചിക്കു ഓർത്ത് ചിക്കുവാണ് ഏറ്റവും വലിയ വില്ലെന്നാ. പക്ഷെ അതിലും വില്ലന്മാരുണ്ടെന്നാ അല്ലേ കാവാലിച്ചത്? നല്ല പിള്ളേരാ. വേറെങ്ങും ഇല്ലെങ്കിൽ. എങ്ങനെ മനസ്സിലായി? പിന്നെ എനിക്ക് നമ്മളെ മനസ്സിലായി. കണ്ടോ, ഇരിപ്പ് കണ്ടോ? കാലൊക്കെ നീട്ടി. നല്ല മിടുക്കനാ. ചിക്കു ആ വെണ്ണനെ നോക്കി ചിരിക്കുന്നെങ്കിലേ. അവനെ ആരോ നോക്കി ചിരിക്കുന്ന പറഞ്ഞ്. സാരമില്ല, ഞാനുണ്ടല്ലോ. ചിക്കു, നമുക്ക് സമയമില്ല. ചിക്കു വേഗം പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ചിക്കുവിനെ ഇഷ്ടപ്പെട്ടോ? എന്നെ മിണ്ടാതെ. ഇവര് മിണ്ടുന്ന ചിക്കുവിനെ ആദ്യമായിട്ട് കണ്ടുന്നോണ്ടാ. എന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ കൈവയ്ക്കേ. ചിക്കുവിനെ ഇഷ്ടപ്പെട്ടവരെ കൈവയ്ക്കേ. ആ പെണ്ണിന് തന്നെ ഇഷ്ടപ്പെട്ടു. ഓ, അതിനു വേണ്ടിയാണോ? സാരമില്ല. ചിക്കു, ഇന്ന് രാവിലെ ഞാൻ പഠിപ്പിച്ച കഥ വീരെ പറഞ്ഞ് കേൾപ്പിച്ചേട്ടെ. എന്താ ഗൗരവപ്പെട്ടിങ്ങനെ? ഇന്ന് രാവിലെ പഠിപ്പിച്ച കഥ ഇവരെ പറഞ്ഞു കേൾപ്പിച്ചേട്ടെ. ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ ഞാൻ പഠിപ്പിച്ചില്ലേ ഇങ്ങോട്ട് പോരാൻ നേരത്ത്? യേശു കർത്താവ് ഇങ്ങനെ പോവാ. ഇങ്ങനെ യേശു കർത്താവ് ഇങ്ങനെ വലിയ പുരുഷാരമുണ്ട്. യേശുവിന്റെ കൂടെ വലിയ പുരുഷാരമുണ്ട്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പോവാ. ശിഷ്യന്മാരുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഓടിപ്പോയി ഒരു കാട്ടത്തിൽ കയറി ഇരുന്നു. ഇലകൾ കൊണ്ട് തൻ്റെ ശരീരമൊക്കെ മറച്ചു. നേരെ താഴേക്ക് നിങ്ങൾ നോക്കിയിരിക്കുന്ന പോലെ ഇരിക്കുക. പറഞ്ഞാട്ടെ. യേശു വരട്ടെ. യേശു വരട്ടെന്നാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു വന്നു. അവൻ ആ ഇലയുടെ ഇടയ്ക്കൂടി ഇങ്ങനെ യേശുവിനെ കണ്ടു. യേശു അവനെയും കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? സക്കായേ, നീ വേഗം ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു.
എന്നിട്ട് യേശുവിനോടൊരു കാര്യം പറഞ്ഞതല്ലോ. യേശുവിനോടൊരു കാര്യം പറഞ്ഞല്ലോ. യേശുവേ, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 മടങ്ങ് തിരിച്ചു കൊടുത്തോളാം. ഓ, ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുത്തുകൊള്ളാം. അപ്പൊ യേശു എന്ത് പറഞ്ഞു? ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് വീടിന്റെ രക്ഷ വന്നിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന്റെ രക്ഷ വന്നിരിക്കുന്നു. എന്നിട്ട് സക്കായി എന്ത് ചെയ്തു? സക്കായി വളരെ സന്തോഷത്തോടെ ഇങ്ങനെ യേശുവിനെ അനുഗമിച്ചു. വളരെ സന്തോഷത്തോടെ ഇങ്ങനെ യേശുവിനെ അനുഗമിച്ചു. അതുകൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യണം? ഈ വാർഷികത്തിൽ നിങ്ങളൊക്കെ യേശുവിനെ അനുഗമിക്കണം. കേട്ടോ? നിങ്ങളൊക്കെ ഈ വാർഷിക ദിനത്തിൽ എല്ലാവരും യേശുവിനെ അനുഗമിക്കണം. ചിക്കു എന്നാ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയത്? ഞാൻ അമേരിക്ക വെച്ചാ. ഓ, ചിക്കു അമേരിക്ക വെച്ച്. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ യേശുവിനെ സ്വീകരിച്ചു. യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ എന്താ ഡ്യൂട്ടിയൊക്കെ? ഞാനിങ്ങനെ ഈ അങ്കിളിലൂടെ അങ്ങ് പോവാ. ഇങ്ങനെ ഈ അങ്കിളിലൂടെ ഇങ്ങനെ അങ്ങ് പോവാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ചിക്കുവിനോട് ചോദിക്കാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചിക്കുവിനോട് ചോദിക്കാനുണ്ട്? വേഗത്തിൽ ചോദിക്കാം. ചിക്കു നിങ്ങൾക്ക് മറുപടി തരുമായിരിക്കാം. ആർക്കും ഇല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ആർക്കെങ്കിലും ഉണ്ടോ? കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ചിക്കുവിനോട് ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിക്കാം. ചിക്കു പോകുന്നു. നോർത്ത് ഇന്ത്യൻ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ. ഈ അങ്കിളിലൂടെ ഞാൻ ഒന്ന് പോയതാ. ആൻറ്റി വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും വരും. ഈ ചിക്കുവിന് അങ്ങനെ ഒരു വിളി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഇനി എന്തെങ്കിലും അറിയണോ? ചോദിക്കുന്നേ. വേഗത്തിൽ ചോദിക്കുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ചോദിക്കും. ചിക്കുവിൻ്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ. ചിക്കുവിൻ്റെ വീട്ടിൽ എനിക്ക് പപ്പയുണ്ട്. ഓ, പപ്പയുണ്ട്. പപ്പ ഇപ്പം എവിടെയാ? പപ്പ അമേരിക്കയിലാ. പപ്പയുടെ പേര് ചാർലി. ഓ, ചാർലി എന്നാണ് പപ്പയുടെ പേര്. മമ്മിയുടെ പേരെന്താണ്? മമ്മിയുടെ പേര് ലീലാമ്മ, മലയാളിയാ. അമ്മയുടെ പേര് മലയാളിയാണ്, പേര് ലീലാമ്മ. പിന്നെ വേറെ ആരെങ്കിലും ബ്രദേഴ്സ് ഉണ്ടോ? ഉണ്ട്. ജോണി എന്ന് പറയുന്ന ഒരു മൂത്ത ആളുണ്ട്. ജോണി എന്ന് പറയുന്ന ഒരു മൂത്ത സഹോദരനുണ്ട്. ചിക്കു വന്നിട്ട് എത്ര നാളായി? ഞാൻ 4 വർഷമായിട്ട് ഈ അങ്കിളിൻ്റെ കൂടെയുണ്ട്. ഓ, 4 വർഷമായിട്ട് ഈ അങ്കിളിൻ്റെ കൂടെ ഈ ചിക്കു ഉണ്ട്. അവരൊക്കെ അമേരിക്കയിലാണ്. അമേരിക്ക പരിചയമുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പൊക്കോട്ടെ. ഇവർക്കാർക്കും ഒന്നും ചോദ്യം ഇല്ലാത്തതുകൊണ്ട് ചിക്കു പൊക്കോളാം. ഞാനും ഭാര്യ മക്കളും കൂടിയോ? അയ്യോ, കല്യാണം കഴിച്ചില്ലെങ്കിലേ. കല്യാണം കഴിച്ചില്ല. പിന്നെ ഈ അങ്കിളും ഭാര്യ മക്കളൂടെ വേണേ വരും. ഞാൻ ഒറ്റയ്ക്ക് വരും. ഈ അങ്കിളും ഭാര്യ മക്കളൂടെ വരും. പിന്നെ വേണമെങ്കിൽ ജോണി വരും. എന്തായാലും നിങ്ങളെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ചിലരൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ ചിരിക്കാൻ തുടങ്ങിയത്. അതുവരെയോ? വേണ്ട, പിന്നണ്ട. അപ്പം ഞാൻ പോവാ. എല്ലാവരെയും കൂടെ ഒന്ന് കാണട്ടെ. ടാറ്റാ. പാസ്റ്റർമാരെ ടാറ്റാ. നല്ല ആൾക്കാരാ. കാവാലച്ചിറയുള്ള എല്ലാവരും നല്ല ആൾക്കാരാ. ചിക്കുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞ് നമുക്ക് കാവാലച്ചിറയ്ക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? നല്ല ആൾക്കാർ. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരിട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ടാറ്റാ. കേറിക്കുന്നു. ചിക്കു കേറിക്കോ ചിക്കു.